നമസ്കാരം. നമ്മുടെ നെക്സ്റ്റ് കാൻഡിൽ സ്റ്റിക്സ് കണ്ടിന്യൂഷൻ നമ്മൾ അടുത്ത പഠിക്കാൻ നോക്കുന്നത് റിവേഴ്സൽ കാൻഡിൽ സ്റ്റിക്സിൽ ഡാർക്ക് ക്ലൗഡ് കവർന്നും ഒന്നാമത്തേത് ഡാർക്ക് ക്ലൗഡ് കവർന്നും രണ്ടാമത്തേത് നമ്മൾ നോക്കുന്നത് പിയേഴ്സിംഗ് പാറ്റേൺ. ഇതാണ് രണ്ട് കാൻഡിൽ സ്റ്റിക്സ് നമ്മൾ നെക്സ്റ്റ് കവർ ചെയ്യാൻ പോകുന്നത്. ഡാർക്ക് ക്ലൗഡ് കവർ നമ്മൾ എവിടെയാണ് നോക്കുക? ഓൺ അപ് ട്രെൻഡിൽ. ഓക്കെ. ആൻഡ് പിയേഴ്സിംഗ് പാറ്റേൺ നമ്മൾ നോക്കുക ഓൺ ഡൗൺ ട്രെൻഡ്. ഓക്കെ. ഡാർക്ക് ക്ലൗഡ് കവറും ആൻഡ് പിയേഴ്സിംഗ് പാറ്റേൺ, ഇതാണ് രണ്ട് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന കാൻഡിൽ സ്റ്റിക്സ്. അപ്പോൾ അതിലേക്ക് പോവാം. നെക്സ്റ്റ് എങ്ങനെ ഇത് ഡാർക്ക് ക്ലൗഡ് കവർ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡാർക്ക് ക്ലൗഡ് കവർ നമ്മൾ എന്താണ് ഓൺ അപ് ട്രെൻഡിലാണ് നമ്മൾ നോക്കാറ്. മാർക്കറ്റ് ഇങ്ങനെ വന്ന് അപ് ട്രെൻഡിലേക്ക് വന്ന് അഗൈൻ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണെന്ന് വെച്ചോ, ഇവിടെ ഒരു റെസിസ്റ്റൻസ് സോൺ ഉണ്ടെന്ന് വെച്ചോ. ഓക്കെ. ഈ ഏരിയയിൽ സപ്ലൈ സെൻറ്റർ ഉണ്ട്. അപ്പോൾ ഈ ഏരിയസ് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ്? മാർക്കറ്റ് ഇങ്ങനെ മൂവ് ചെയ്യണമെന്ന് വെച്ചോ. ഓക്കെ. ഒരു ഇത് പറയാം കേട്ടോ. അപ്പോൾ ഒരു നെക്സ്റ്റ് ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോൾ ഒരു ക്യാൻഡിൽ ഫോമായി എങ്ങനെ ഒരു ക്യാൻഡിൽ ഫോമായി ഇങ്ങനെ രീതിയിൽ. ഓക്കെ. ഒരു ക്യാൻഡിൽ ഫോം ആയെന്ന് വെച്ചാൽ ആഫ്റ്റർ എന്ത് സംഭവിച്ചു? ആഫ്റ്റർ എന്താ സംഭവിച്ചെന്ന് നോക്കണം കേട്ടോ. നോക്കിക്കോട്ടോ. ഇപ്പോൾ ഇവിടെ മാർക്കറ്റ് ഇവിടെ അല്ലെങ്കിൽ ഇതിന് പുറത്ത് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആയി വെച്ചോ. ഇവിടെ അല്ലെങ്കിൽ മാർക്കറ്റ് പുറത്ത് ഗ്യാപ്പ് അപ്പ് ഓപ്പണായി. അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെയാണ് ഓപ്പണായി എടുത്തിരിക്കുന്നത്. ഗ്യാപ്പ് അപ്പ് ഓപ്പണായി എന്നിട്ട് മേലോട്ട് പോയി മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ ഏകദേശം ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചു. ഒരു റെഡ് ക്യാൻഡിൽ എന്തുകൊണ്ടാണ്? ഇവിടെ ഓപ്പണായി, ഹൈയിൽ ഓപ്പണായി, അതിനുശേഷം അത് താഴോട്ട് വന്നിട്ട് അത് ക്ലോസ് ആയി. ഓക്കെ. അതുകൊണ്ടാണ് ഇതിനെ റെഡ് ക്യാൻഡിൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഓപ്പണിങ് മേലെയാണ്, അപ്പോൾ താഴെയാണ് ക്ലോസിങ്. അതുകൊണ്ട് പക്ഷേ ഈ ക്യാൻഡിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാൻഡിൽ, അതായത് ഫസ്റ്റ് ക്യാൻഡിൽ, ഇതിനെ ഫസ്റ്റ് ക്യാൻഡിൽ നിന്നും ഇതിനെ സെക്കൻഡ് ക്യാൻഡിൽ നിന്നും വിളിക്കാം. ഓക്കെ. ഈ ഫസ്റ്റ് ക്യാൻഡിൽ എന്ത് സംഭവിച്ചു വെച്ചാൽ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ മിഡ് കണ്ടു. ഇതല്ലേ ഇതിൻ്റെ മിഡ്, ഏകദേശം ബോഡിയുടെ മിഡ് കേട്ടോ. ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ബോഡിയുടെ മിഡ് കേട്ടോ. അത് ആ കവർ അത് അപ്രോക്സ് ചെയ്തു, ടച്ച് ചെയ്തു, ക്രോസും ചെയ്തു അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ക്യാൻഡിൽസിനെയാണ് നമ്മൾ എന്താണ് ഡാർക്ക് ക്ലൗഡ് കവറിൽ നോക്കുക. ഇങ്ങനെ ടൈപ്പ് ക്യാൻഡിലിനാണ് നമ്മൾ ഡാർക്ക് ക്ലൗഡ് കവറായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇതൊരു റിവേഴ്സൽ ഇൻഡിക്കേഷനാണ്. അപ്പോൾ ഈ ബോഡി ഒരു 50 മോർ ദൻ, അതായത് മിഡ് വേ ക്രോസ് ചെയ്യുകയാണെങ്കിൽ, ക്യാൻഡിലിൻ്റെ മിഡ് വേ ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെന്ത് ചെയ്യുക? ഡാർക്ക് ക്ലൗഡ് കവർ എന്നുമായിട്ട് കൺസിഡർ ചെയ്യാം. അതായത് റിവേഴ്സ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതായത് മാർക്കറ്റ് ഇനി നമ്മൾ ഇവിടുന്ന് എൻട്രി എടുക്കുകയാണെങ്കിൽ എങ്ങനെ എൻട്രി എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൻഡിൽ സ്റ്റിക്സിൻ്റെ ബേസിൽ എൻട്രി എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയോ, ഇത് ക്രോസ് ചെയ്ത് നെക്സ്റ്റ് ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോൾ ഇത് ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിന്ന് എൻട്രി എടുക്കും. ഇതാണ് എൻട്രി പോയിൻ്റ്. ഓക്കെ. ഇതാണ് എൻട്രി പോയിൻ്റ്. എന്നിട്ട് ഇവിടെ നമ്മൾ എൻട്രി എടുത്തിട്ട് എന്ത് ചെയ്യും? ഇതുവരെ, അതായത് നെക്സ്റ്റ് എവിടെയാണോ പ്രൈസ് ആക്ഷൻ നടന്നിരിക്കുന്നത് അവിടത്തും വരെ എന്ത് ചെയ്യും? ടാർഗറ്റ് വെക്കാം. ഇതിൻ്റെ SL എവിടെയാണ്? ഇതായിരിക്കും ഇതിൻ്റെ SL, സ്റ്റോപ്പ് ലോസ്.
ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ റൈഡ് എടുക്കുക. അപ്പോൾ ഇതിനെന്താണ്, ഇനി നമ്മൾ സംഭവം മനസ്സിലായി കാണുന്നതായിരിക്കുന്നു. അതായത് എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ കൺസിഡർ വെച്ചിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ പിക്ചറൈസേഷൻ ചെയ്ത് കാണിച്ചു തന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡാർക്ക് ക്ലൗഡ് കവറായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, ഇതിനിടയിൽ ഒന്നുകൂടി പറയുകയാണ്, നമ്മൾ എന്താണ്, നമുക്ക് ഒരു ഹോപ്പ് വെച്ചിട്ട് ഒരിക്കലും മാർക്കറ്റിന് നമുക്ക് പിടിക്കാൻ പറ്റില്ല. അതായത് മാർക്കറ്റ് നമ്മളെടുത്തിട്ട് എന്താണ്, ഹോപ്പിലല്ല നമ്മൾ മാർക്കറ്റിൽ ട്രേഡ് എടുക്കുക. പിന്നെ ഒരു ലോങ് ടേം ട്രെൻഡ് നമ്മൾ വിചാരിക്കും നമ്മൾ എടുത്തിരിക്കുന്ന പൊസിഷൻ ഓക്കെ ആയിരിക്കുന്നു. പക്ഷേ ഒരു ലോങ് ടേം ട്രെൻഡ് അത് നമ്മൾ വിചാരിക്കും ഓക്കെ ഇതുവരെ അപ്പ് ട്രെൻഡിൽ പോരുന്ന സാധനമാണ്, അപ്പോൾ അത് ഇനി ബിയറിഷ് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഏതൊരു ട്രെൻഡും അതായത് ചെറിയൊരു മൂവിലൂടെയാണ് അത് വലുതായി മാറുക. പിന്നെ അപ്പോൾ അത് പിന്നീട് ചിലപ്പോൾ അത് എൻ്റെ റിവേഴ്സായിട്ട് അത് പിന്നെ ഡൗൺ ട്രെൻഡിലേക്ക് പോകാം എന്ന് വെച്ച്, അതായത് ഹോപ്പ് വെച്ചിട്ട് ഒരിക്കലും ട്രേഡ് ഹോൾഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതാണ് പറയാനുള്ളത്. പിന്നെ ഡാർക്ക് ക്ലൗഡ് കവറിൻ്റെ നമുക്ക് റൂൾസ് നോക്കാം. റൂൾസ് എന്താണ്, ഫസ്റ്റ് ക്യാൻഡിൽ, അതായത് രണ്ടും ഡിഫറെൻറ്റ് കളറായിരിക്കും കേട്ടോ. ക്യാൻഡിൽസ് വിത്ത് ഡിഫറെൻറ്റ് കളേഴ്സ്. അത് പറഞ്ഞത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്യാൻഡിൽ കേട്ടോ. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്യാൻഡിൽ. രണ്ടാമത്തെ എന്താണ്, ഇതൊരു bearish candlestick പാറ്റേൺ ആണ്. ഓക്കെ, മൂന്നാമത്തേത് സോറി ഇത് റൂൾസായിട്ട് എടുക്കണ്ട, ഓക്കെ. റൂൾസ് നമുക്ക് സ്പെഷ്യലി വേറെ തന്നെ പറയും, കാരണം ബിയറിഷ് ക്യാൻഡിൽസ്റ്റിക് മോഡൽ എന്ന് പറഞ്ഞുകൊണ്ട് റൂൾസ് എടുക്കണ്ട. ഓക്കെ, ക്യാൻഡിൽസ് വിത്ത് ഡിഫറെൻറ്റ്, അതായത് നിങ്ങളുടെ മൈൻഡിൽ പോയിൻറ്റ്സ് ടു ബി കെപ്റ്റ് ഓൺ യുവർ മൈൻഡ്. ഓക്കെ, പോയിൻറ്റ് ടു ബി കെപ്റ്റ് ഓൺ യുവർ മൈൻഡ്. ക്യാൻഡിൽസ് വിത്ത് ഡിഫറെൻറ്റ് കളർ, ബിയറിഷ് ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ്. മൂന്നാമത്തെ എന്താണ്, ഫസ്റ്റ് ഒന്ന് പോയിൻ്റ് ഡൗൺ ചെയ്യണം, അതാണ് താഴെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ക്യാൻഡിൽ ലോങ് ബുള്ളിഷ് ക്യാൻഡിലായിരിക്കും. സെക്കൻഡ് ക്യാൻഡിൽ എന്താണ്, ലോങ് ബിയറിഷ് ക്യാൻഡിലായിരിക്കും. ഓക്കെ, ലോങ് ബിയറിഷ് ക്യാൻഡിലായിരിക്കും. പിന്നെ ഇത് ഫോം ചെയ്യുന്നത് ടോപ്പ് ഓഫ് ദി അപ്പ് ട്രെൻഡ്, അപ്പോഴാണ് നമ്മളിതിനെ കൺസിഡർ ചെയ്യുക, ടോപ്പ് ഓഫ് ദി അപ്പ് ട്രെൻഡ്. ആറാമത്തത് ഓക്കെ, എൻട്രി വിത്ത് കൺഫർമേഷൻ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കറക്റ്റ് പഠിക്കാം. ഇത് നിങ്ങളുടെ ഒരു ബേസിക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ 6 പോയിൻറ്റ് മനസ്സിൽ വെക്കേണ്ടത് ക്യാൻഡിൽസ് വിത്ത് ഡിഫറെൻറ്റ് കളർ ആയിരിക്കും. അതായത് ഫസ്റ്റ് എന്തായിരിക്കും, ഒരു ഗ്രീൻ ക്യാൻഡിലായിരിക്കും, അത് ബുള്ളിഷ് ക്യാൻഡിലായിരിക്കും. രണ്ടാമത്തത് ഇത് ഫസ്റ്റ് ഒരു ബുള്ളിഷ് ക്യാൻഡിലായിരിക്കും, സെക്കൻഡ് ലോങ് ബിയറിഷ് ക്യാൻഡിലായിരിക്കും. ബുള്ളിഷ് ക്യാൻഡിൽ എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്നാലും ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ ഒരു ഗ്രീൻ ക്യാൻഡിൽ, ഒക്കെ ഒരു ലോങ് ബുള്ളിഷ് ക്യാൻഡിലായിരിക്കും. ബിയറിഷ് ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ ഒരു ലോങ് ബിയറിഷ് ക്യാൻഡിലായിരിക്കും. അതായത് മാറുബസു ക്യാൻഡിൽസ് എന്നൊക്കെ പറയാം നമുക്ക് വേണമെങ്കിൽ. ചില ക്യാൻഡിൽ മാറുബസു ക്യാൻഡിൽസ് ആയിരിക്കും. മാറുബസു ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻഡിൽ സ്റ്റിക്സ് പാറ്റേണിൽ, അതായത് ട്രെൻഡ് കണ്ടിന്യൂവേഷൻ പാറ്റേൺസ് എന്നൊക്കെയാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് നമുക്ക് നെക്സ്റ്റ് പറയാം. കാരണം ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്സ് ഉണ്ടാവില്ല. അതായത് വിക്സ് ലെസ് വിക്കായിരിക്കും, കൺസിഡറബിളി ലെസ് വിക്കായിരിക്കും. ഇങ്ങനെ ആയിരിക്കും. അതായത് അത് എന്താണെന്ന് വെച്ചാൽ സ്ട്രോങ് സെല്ലേഴ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇൻ കേസ് ഇതിപ്പോൾ സ്ട്രോങ് സെല്ലേഴ്സിനെ സൂചിപ്പിക്കുന്നു. ഓക്കെ, മറ്റേ ഇങ്ങനത്തെ ക്യാൻഡിൽസ് മാറുബോസുവിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഇങ്ങനത്തെ ക്യാൻഡിൽസ് ഫോം ആകും ഏകദേശം ടൈറ്റ്, അതായത് ബോഡി നല്ല
പെർഫെക്റ്റ് ബോഡി ആയിരിക്കും. ചിലപ്പോൾ കൺസിഡറബിളി ലെസ് വീക്ക് ആയിരിക്കും, ചിലപ്പോൾ വിക്കേ ഉണ്ടാവില്ല, ചിലപ്പോൾ ഫുൾ ബോഡി തന്നെ ആയിരിക്കും. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഹെവി ബൈങ് ആണ്, അതായത് ബുള്ളി സ്ട്രെങ്ത്ത്. അപ്പോൾ ഇത് മുൻപോട്ടും ഈ സാധനം തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആ സ്ട്രെങ്ത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഈ മാരുബസു കാൻഡിൽസ് കൂടി ഞാൻ ഇതിൻ്റെ അകത്ത് കവർ ചെയ്തു ചെറുതായിട്ട്. ജസ്റ്റ് ഒരു കാൻഡിൽസിൻ്റെ പേര് മാത്രമാണ്. പക്ഷേ മെയിനായിട്ട് അറിയേണ്ടത് കാൻഡിൽസിൻ്റെ എന്താണ് നമ്മൾ അറിയേണ്ടത്, കാൻഡിൽ സ്റ്റിക്സിൻ്റെ സൈക്കോളജിയാണ് അറിയേണ്ടത്. അല്ലാതെ കാൻഡിൽ സ്റ്റിക്സ് കുറേ പഠിച്ചതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. നമുക്കറിയേണ്ടത് കാൻഡിൽ എന്താണ് നമുക്ക് കാണിച്ചു തരുന്നത്, എന്താണ് ഇൻഡിക്കേഷൻ നമുക്ക് മാർക്കറ്റിലേക്ക് തരുന്നതെന്നാണ്. അത് മാത്രമാണ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യേണ്ടത്. അല്ലാതെ പേര് അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ബേസിക് ഫൗണ്ടേഷൻ തരാമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് കോഴ്സിൽ നമ്മളിത് കവർ ചെയ്തിരിക്കണം എന്നുള്ള ഒരു ഷുവറാണ്. അതുകൊണ്ടാണ് ഞാൻ കവർ ചെയ്യുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് റൂൾസ് നോക്കാം. നമുക്ക് റൂൾസ് നോക്കാം. ഫസ്റ്റ് എന്താണ്? ഓക്കെ, ഇതിൻ്റെ അകത്ത് നമുക്ക് കൺസിഡർ ആ റൂളായിട്ട് തന്നെ കൺസിഡർ ആ ലോങ് ബുള്ളിഷ് ക്യാൻഡിൽ. ഓക്കെ, ഫസ്റ്റ് ക്യാൻഡിൽ, second candle, should open gap up or high. ഓക്കെ, മനസ്സിലായിക്കാണോ എന്താണ് ഞാൻ പറഞ്ഞത്? അതായത് ഇങ്ങനെ എടുത്തു മാർക്കറ്റ്, ഇതാണ് ക്യാൻഡിൽ. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്തു? ക്യാൻഡിൽ നെക്സ്റ്റ് ഫോം ചെയ്യുന്ന ക്യാൻഡിൽ അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ മേലെ അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കണം ഓപ്പണിങ്. ഓക്കെ, അതായത് ഈ ലെവലിൽ നിന്ന് എബവ് അല്ലെങ്കിൽ ഈ ലെവൽ ഹൈയിൽ, ഇതാണല്ലോ ഹൈ, ഈ ഹൈയിൽ അല്ലെങ്കിൽ ഇതിൻ്റെ എബവ്, എന്നിട്ട് എന്ത് മിഡ് വേ ക്രോസ് ചെയ്യും. ഓക്കെ, മനസ്സിലായി കാണുമല്ലോ? അതെ. മൂന്നാമത്തെ പോയിന്റ്, സെക്കൻഡ് candle should close midway of the first, അതായത് 50%. ഓക്കെ, ഇതാണ് 50. ഓക്കെ, നാലാമത്തെ പോയിന്റ്, സെക്കൻഡ് ക്യാൻഡിൽ ലോങ് ബിയറിഷ് ക്യാൻഡിൽ. സെക്കൻഡ് ക്യാൻഡിൽ ലോങ് ബിയറിഷ് ക്യാൻഡിൽ, അതായത് ഈ ക്യാൻഡിൽ, അല്ലാതെ ഡോജി ഒന്നും ആവാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അഞ്ചാമത്തെ പോയിന്റ്, second candle should not break the first candle low. ഏതാണ് ലോ? ഇതാണ് ലോ. ഇതല്ലല്ലോ, ഇത് ബ്രേക്ക് ആയില്ലല്ലോ. ഓക്കെ, ഇതാണ് ഡാർക്ക് ക്ലൗഡ് കവറിൻ്റെ ഓവറോൾ നമുക്ക് എന്തായിട്ട് പറയുന്നത്, ക്രൈറ്റീരിയാസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ എല്ലാം ഓർമ്മിച്ച് വെക്കുക, കൺസിഡർ ചെയ്യുക. എല്ലാം ഒന്ന് ഓർമ്മിച്ച് റിവൈസ് ചെയ്യുക ഒന്നും കൂടെ. എന്നിട്ട് നമുക്ക് അടുത്ത പാറ്റേണിലേക്ക് പോവാം. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഗ്രൂപ്പിൽ വോയിസ് ഇട്ടാൽ മതി കേട്ടോ. ഓക്കെ, അടുത്തത് നമ്മുടെ സെക്കൻഡ് പിയേഴ്സിങ് കാൻഡിൽ സ്റ്റിക്സ് ആണ്. ഇതും ഒരു റിവേഴ്സൽ കാൻഡിൽ സ്റ്റിക്സ് ആണ്. അപ്പോൾ ഇതിന് നമ്മൾ എവിടെയാണ് നോക്കുക? ഓൺ ഡൗൺ ട്രെൻഡിലാണ് നോക്കുക. ഓക്കെ, ഓൺ ഡൗൺ ട്രെൻഡ്. ഇപ്പോൾ ഞാൻ വരച്ചിരിക്കുന്ന ഒരു ഡൗൺ ട്രെൻഡ് വന്നു, ഒരു ലോങ് ബിയറിഷ് കാൻഡിൽ കണ്ടില്ലേ, ഒരു മാരുബസു കാൻഡിൽ ടൈപ്പ്, വിക്കില്ല, ഒരു ഫാൻ ടൈപ്പ്. അടുത്ത അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ബുള്ളിഷ്, അതായത് പിയേഴ്സിങ് കാൻഡിൽ സ്റ്റിക്സിൽ ഒരു 3 ടൈപ്പോളം, ഒരു ടൈപ്പ് ഫ്ലെക്സിബിൾ ടൈപ്സ് ജാപ്പനീസ് ടെക്നിക്സിൽ അവർ പറയാറുണ്ട്. എന്താണ്? ഓൺ നെക്ക്, ഇൻ നെക്ക്, ത്രസ്റ്റിംഗ് പാറ്റേൺ.
ഓൺ നെക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, ഓൺ നെക്ക് ഇന്നൊക്കെ ഇത് വേണ്ട, അത് ആവശ്യമില്ല, അത് വിട്ടേക്ക്. നമുക്ക് ജസ്റ്റ് എന്താണ് പിയേഴ്സിങ് പാറ്റേണിൽ ക്യാൻഡിൽ 6 ആ മിഡ് വേ തന്നെ നോക്കിയാൽ മതി. ഇതാണ് ക്യാൻഡിൽ 6 മിഡ് വേ. നെക്സ്റ്റ് ക്യാൻഡിൽ എന്താണ് ഓപ്പൺ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ സെയിം റൂള് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം, പക്ഷേ അത് നേരെ ഓപ്പോസിറ്റ് വൈസ് വേഴ്സ. അപ്പോൾ ഇതിൻ്റെ ഹൈയിൽ ലോയിൽ ഇതാണല്ലോ ലോ ആൻഡ് ക്ലോസ് സെയിം ആണ് അല്ലേ, വിക്കില്ലാത്തതുകൊണ്ട്. ഓക്കെ, വിക്കില്ലാത്തത് ഞാൻ ജസ്റ്റ് വരച്ചിട്ടപ്പം വിക്ക് ഞാൻ വരച്ചില്ലെന്നേ ഉള്ളൂ കേട്ടോ. ഇതാണ് ഓപ്പൺ, ഇതാണ് ഇതിൻ്റെ ഹൈ. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് റൂൾ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്, മറ്റേതിൽ പറഞ്ഞത് ഹൈ അല്ലെങ്കിൽ സെക്കൻഡ് ക്യാൻഡിൽ ഷുഡ് ഓപ്പൺ ഗ്യാപ്പ് അപ്പ് ഓർ എബവ് ദി ഹൈ ഓൺ ഹൈ. ഓക്കെ, അപ്പോൾ ഇതിൽ നേരെ തിരിച്ച് ലോ ഇവിടെ ഓപ്പൺ ആവണം അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ആവണം. ഓക്കെ, ഇൻ കേസ് ഇവിടെ ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഒന്ന് താഴോട്ട് പോയി എന്ന് വെച്ചോ. ഓക്കെ, ഒരു ക്യാൻഡിൽ ഫോം ചെയ്തു, ഒരു വിക്ക് ഫോം ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു, ഇവിടെ തന്നെ ക്ലോസ് വന്നു. ഇതിൽ എബവ് മിഡ് വേയിൽ എബവ് ആയിരിക്കണം എന്നാണ് ഒരു ലോങ്. ഓക്കെ, ഇങ്ങനെ ഫോം ചെയ്തു. അപ്പോൾ ഇത് ഡയറക്റ്റ് ലോയിൽ തുറന്ന ഇതാണ്. അപ്പോൾ ഇൻ കേസ് ക്യാൻഡിൽ ഇങ്ങനെയാണ് ഫോം ആയത്. ഇത് ജസ്റ്റ് ചിലർക്ക് ഡൗട്ട് ഉണ്ടാവുന്നുള്ളതുകൊണ്ടാണ് ഞാൻ വരച്ച് ഇവിടെ വരയ്ക്കുന്നത്. ഇപ്പോൾ ഇതേ ക്യാൻഡിൽ ഇവിടെ ഫോം ആയി വെച്ചോ, ഇതേ ക്യാൻഡിൽ ഇവിടെ ഓപ്പൺ ആയി വെച്ചോ. അപ്പോൾ എന്താ സംഭവിക്കുക, ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ ആയിരിക്കും അതിൻ്റെ ഓപ്പണ്. ഓക്കെ, ഇവിടെ വന്നിട്ട് ഇങ്ങനെ മിഡ് വേയിൽ മോർ ദെൻ ക്ലോസ് മിഡ് വേൻ്റെ എബവ് ആയിരിക്കണം. ഓക്കെ, ഇങ്ങനെയും ഫോം ആകും. ഇത് ഗ്യാപ്പ് ഡൗൺ ആണ് ഓപ്പൺ ആയിരിക്കുന്നത്. ഇത് പക്ഷേ ഗ്യാപ്പ് ഡൗൺ, ഇത് പക്ഷേ ഓപ്പൺ ആയിരിക്കുന്നത് ലോയിൽ. മനസ്സിലായല്ലോ? ഞാൻ പറഞ്ഞ 2 ക്രൈറ്റീരിയ ഒന്ന് ഡ്രോ ചെയ്ത് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും, അടുത്ത ക്യാൻഡിൽ സെയിം എൻട്രി എന്താണ് നമുക്ക് സംഭവിക്കുക, നമ്മുടെ എൻട്രി ഈ ക്യാൻഡിൽ ക്രോസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ക്യാൻഡിലിൻ്റെ ഈ ക്യാൻഡിൽ ക്രോസായി നെക്സ്റ്റ് ഫോം ചെയ്ത് നമുക്ക് ഈ ക്യാൻഡിൽ അബവ് നമ്മൾ എന്ത് ചെയ്യും, എൻട്രി എടുക്കും നേരോട്ടേക്ക്. ടാർഗറ്റ് ഇവിടെയാണ് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ്. ഓക്കെ, SL എവിടെ വെക്കും, SL ഇതാണ് SL. ഓക്കെ, ഇവിടെ നിന്ന് എൻട്രി എടുത്ത് കഴിഞ്ഞാൽ ഈ പോയിൻ്റ് SL ആവും. ഇതാണ് ടാർഗറ്റ്, ഈ ഏരിയ. അപ്പോൾ ഏകദേശം 1:2 അല്ലേ, ഈ ലെവൽ നോക്കുമ്പോൾ ഇവിടുത്തെ വരെ 1 അത് കഴിഞ്ഞ് 1. അപ്പോൾ 1:2 ടാർഗറ്റാണ് ഇതിൻ്റെ ഏകദേശം വേണ്ടത്. ഇത് അപ്രോക്സ് പറഞ്ഞ കേട്ടോ. അതായത് ഇത് ഹൈ. ഓക്കെ, മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഇതിൻ്റെ റൂൾസ് നമുക്ക് സെയിം എഴുതേണ്ട ആവശ്യമില്ല എന്നിരിക്കുന്നത്, പക്ഷേ എന്നാലും ഞാൻ നോട്ട് ചെയ്യണം. നിങ്ങൾ പിക്ചർ എടുത്ത് വെച്ചിട്ടുണ്ടാവും, ഫോട്ടോ നോക്കി ജസ്റ്റ് മനസ്സിലാക്കുക. നേരെ തിരിച്ച് പിയേഴ്സിങ് പാറ്റേൺ, ഇതിന് ത്രസ്റ്റിംഗ് പാറ്റേൺ ഉണ്ട്. ത്രസ്റ്റിംഗ് പാറ്റേൺ മിഡ് വേ എബവ് ക്ലോസ് ആവില്ല എന്നേ ഉള്ളൂ. ത്രസ്റ്റിംഗ് പാറ്റേണിൽ മിഡ് വേ എബവ് ക്ലോസ് ആവില്ല, പക്ഷേ പിയേഴ്സിങ് ക്യാൻഡിൽ സ്റ്റിക്സിൽ എന്താണ് എബവ്. സെക്കൻഡ് ക്യാൻഡിൽ ബുള്ളിഷ് ക്യാൻഡിൽ മിഡ് വേ ക്രോസ് ആവുന്നത് പിയേഴ്സിങ് ക്യാൻഡിൽ സ്റ്റിക്സ്. നേരെ തിരിച്ച് പോയിൻറ്റ്സ് ടു ബി കെപ്റ്റ്, നേരെ എന്താണ് 2 ഡിഫറെൻറ്റ് കളറായിരിക്കും, 2 ഡിഫറെൻറ്റ് കളർ ക്യാൻഡിൽസ് ആയിരിക്കും, കളർ ക്യാൻഡിൽസ്. പിന്നെന്താണ്, 1 ഡൗൺ ട്രെൻഡിലാണ് ഇത് നമുക്ക് കാണേണ്ടത്, കാരണം നമ്മൾ റിവേഴ്സൽ ക്യാൻഡിൽ സ്റ്റിക്സ് ആണ് നോക്കുന്നത്, റിവേഴ്സൽ ക്യാൻഡിൽ സ്റ്റിക്സ് അല്ലേ നോക്കുന്നത്. ഓക്കെ, പിന്നെന്തായിരിക്കണം, പോയിൻറ്റ്സ് ടു ബി കെപ്റ്റ്. ഇത് 2 ഡിഫറെൻറ്റ് കളർ ക്യാൻഡിൽ ആയിരിക്കണം ഓൺ ആവും ഡൗൺ ട്രെൻഡിൽ. പിന്നെ ക്യാൻഡിൽ സ്റ്റിക്സ് ഫസ്റ്റ് ക്യാൻഡിൽ ലോങ് ആയിരിക്കണം, പിന്നെന്താണ് ബിയറിഷ് ആയിരിക്കണം. സെക്കൻഡ് ക്യാൻഡിൽ എന്തായിരിക്കണം, ലോങ് ആയിരിക്കണം, ഡോജി ഒന്നും ആവാൻ പാടില്ല, ബുള്ളിഷ് ആയിരിക്കണം. ഓക്കെ,
ഇതാണ് നമ്മുടെ പോയിൻറ്റ്സ് ടു ബി കെപ്റ്റ്. ഇത് നമ്മുടെ റൂൾസ് എന്താണെന്ന് നോക്കാം. റൂൾസ് സെയിം, നേരെ തിരിച്ചത് ഡാർക്ക് ക്ലൗഡ് കവറിൻ്റെ എന്താണോ അതേ സെയിം റൂൾസ് ഇങ്ങോട്ടേക്കും അപ്ലൈ ചെയ്യും. വേറെ ഒന്നുമില്ല, ഒന്നും ഡൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നാമത്തെ റൂൾ എന്താ? ലോങ് ബുള്ളിഷ് ലോങ് ബിയറിഷ് കാൻഡിൽ 6 ആയിരിക്കും. ലോങ് ബുള്ളിഷ് കാൻഡിൽ ഫസ്റ്റ് കാൻഡിൽ. സെക്കൻഡ് പോയിന്റ് എന്താ? സെക്കൻഡ് കാൻഡിൽ should open low or gap down. With respect to first candle. നമ്മളിത് പഠിച്ചിരിക്കുന്ന 2 ക്യാൻഡിലാണല്ലോ, ഫസ്റ്റ് ക്യാൻഡിൽ സെക്കൻഡ് ക്യാൻഡിൽ. ഇത് 2 ക്യാൻഡിൽ കമ്പൈൻ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതാണ് ആ ഫസ്റ്റ് ക്യാൻഡിലും സെക്കൻഡ് ക്യാൻഡിലും എന്ന് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് ക്യാൻഡിൽ second candle should close of 50% or midway of the first candle. ഓക്കെ, നാലാമത്തെ എന്താണ്? സെക്കൻഡ് ലോങ് സെക്കൻഡ് ക്യാൻഡിൽ കാൻഡിൽ സ്റ്റിക്ക് എന്തായിരിക്കണം? ലോങ് ബുള്ളിഷ് ക്യാൻഡിൽ ആയിരിക്കണം. ലോങ് ബുള്ളിഷ് ക്യാൻഡിൽ ആയിരിക്കണം. അഞ്ചാമത്തെ ലാസ്റ്റ് എന്താണ്? സെക്കൻഡ് ക്യാൻഡിൽ should not break the first candle high. ഫസ്റ്റ് ക്യാൻഡിൽ ഹൈ. ഓക്കെ, എന്താണെന്ന് മനസ്സിലായോ? അത് ഒന്ന് ഞാനിവിടെ പറയാം. ഈ പോയിൻ്റ്, അഞ്ചാമത്തെ പോയിൻ്റ് മാത്രം കേട്ടോ. അഞ്ചാമത്തെ പോയിൻറ്റിൻ്റെ പിക്ചറൈസേഷനാണേ. അത് അഞ്ചാമത്തെ പോയിൻ്റ് ഇങ്ങനെ നമ്മൾ ക്യാൻഡിൽ വന്നു. ഓക്കെ, ഇതാണ്. ഓക്കെ, ഇതിൻ്റെ എബവ്, അത് നമ്മളിപ്പോൾ ഇത് റൗണ്ട് ട്രെൻഡിലാണുള്ളത്. നമ്മളിതിൻ്റെ നെക്സ്റ്റ് ക്യാൻഡിൽ ഇത് ക്രോസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ഈ ഹൈ ക്രോസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, ഈ ഹൈ ക്രോസ് ചെയ്യുമ്പോൾ അത് എൻഗൾഫിങ് ആയി അല്ലേ? എൻഗൾഫിങ് ആയി. ഇങ്ങനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് പിയേഴ്സിംഗ് എന്ന് പറയില്ല, ഇതിന് എൻഗൾഫിംഗ് എന്ന് പറയുക. എൻഗൾഫിംഗ് ഓർമ്മിക്കണ്ടല്ലോ. ഇത് മുഴുവനായിട്ടും എന്ത് ചെയ്തു? എൻഗൾഫ് ചെയ്തു ഈ ക്യാൻഡിലിനെ. ബുള്ളിഷ് എൻഗൾഫിംഗ്. ഇതും എന്താണ്? ട്രെൻഡ് റിവേഴ്സൽ തന്നെയാണ്. ഓർമ്മയുണ്ടല്ലോ, ആ ട്രെൻഡൊന്നും ആലോചിക്കുക എന്താണ് ബുള്ളിഷ് എൻഗൾഫിംഗ്. പക്ഷേ ഈ സിനാരിയോയിൽ എന്താണ്? പിയേഴ്സിംഗ് പാറ്റേണിൽ എന്താണ് സംഭവിക്കുക? പിയേഴ്സിംഗ് പാറ്റേണിൽ ഇത്ര പോവില്ല, പകരം ഇത്ര മിഡ്. ഇതിൻ്റെ അബവ് വരെ കോള് ലോങ് ആയിരിക്കും. ഇതാണ്. ഓക്കെ, മനസ്സിലായല്ലോ? അതായത് ഇതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യുന്നത് അത് എൻഗൾഫിംഗ് ആവും. അപ്പോൾ ഈ കാറ്റഗറി, ഈ പിയേഴ്സിംഗ് കാറ്റഗറിയിൽ വരില്ല. അപ്പോൾ ഇത്രയും മനസ്സിലായി കാണും. ഇത്രയും മതിയെന്ന് വിചാരിക്കുന്നു. പിയേഴ്സിംഗ് കാൻഡിൽസ്റ്റിക്സ്
പറഞ്ഞു. പിന്നെന്താണ് ഇതൊരു പിന്നെ ത്രസ്റ്റിംഗ് പാറ്റേൺ അതൊക്കെ വിട്ടേക്ക്, അതൊന്നും വേണ്ട. പിയേഴ്സിങ്, ഡാർക്ക് ക്ലൗഡ് കവർ കൺസിഡർ ചെയ്തു. പിന്നെ മാർബസുവിനെ കുറിച്ച് കുറച്ച് പറഞ്ഞു. അതായത് മാർബസ് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ബോഡി മാത്രം, ഓക്കെ, വലിയൊരു ബോഡി മാത്രമുള്ള, അത് ക്യാൻഡിലിൻ്റെ പേരാണ്. അപ്പോൾ പേര് നിങ്ങൾ ഓർമ്മിച്ച് വെക്കണമെന്നൊന്നുമില്ല, അതിൻ്റെ സൈക്കോളജി പഠിച്ചാൽ മാത്രം മതി, ഓക്കെ. അത് മാർബസു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബോഡി വലിയ ബോഡി ആയിരിക്കും. അപ്പോൾ ക്യാൻഡിലിൻ്റെ വിക്ക് കമ്പാരിറ്റീവ്ലി എന്താണ് കൺസിഡർ ചെയ്യുമ്പോൾ അത് വെരി ലെസ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവുക തന്നെ ഇല്ല. അത് ബുള്ളിഷ് സ്ട്രെങ്ത് അല്ലെങ്കിൽ ബുള്ളിഷ് മാർബസു ആണെങ്കിൽ ആ ക്യാൻഡിൽ ബുള്ളിഷ് മാർബസു ആണെങ്കിൽ ഇങ്ങനെ ക്യാൻഡിൽ ചിലപ്പോൾ ഉണ്ടാവുക, ചിലപ്പോൾ അതിൻ്റെ അത് വിക്ക് ഉണ്ടാവും, ചിലപ്പോൾ വിക്ക് ഉണ്ടാവില്ല, മേലിൽ വിക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇതെന്താണ്, ഇത് സ്ട്രെങ്ത്താണ് കാണിക്കുന്നത്, ബയസിൻ്റെ സ്ട്രെങ്ത്താണ് കാണിക്കുന്നത്. അതിനകത്ത് എന്താണ് ഇനിയും മേലോട്ട് തന്നെ പോകുന്നു, ഓക്കെ. മാർബസു പേര് വെറുതെ ഒന്ന് ഓർമ്മിച്ച് വെച്ചു, മാർബസു. ഇതാണ് മാർബസു ക്യാൻഡിൽസ്, ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്ന് ക്ലോസ് ചെയ്യാം. ഇതിലിപ്പോൾ 3 ചാർട്ട്സ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് 3 ഒന്ന് സിൻജിൻ ഫസ്റ്റ് ബിർള സോഫ്റ്റ്, രണ്ടാമത്തെ സിൻജിൻ, മൂന്നാമത്തത് ലെക്സസ് ഗ്രാനൈറ്റോ, ഓക്കെ. 3 ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 നിങ്ങൾ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് ഫസ്റ്റ് ഇത് ഡെയിലി ആണോ വീക്ക്ലി ആണോ ചാർട്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഞാൻ 2 ക്ലൂ വന്നു, ഇത് ഡെയിലി അല്ലെ വീക്ക്ലി ആയിരിക്കും. അപ്പോൾ ഏതിലാണ് ഇതേപോലെ ക്യാൻഡിൽ ഫോർമേഷൻ ചെയ്യുന്നത് നോക്കുക, ഏത് ടൈം ഫ്രെയിമിലാണ്. അതിനുശേഷം ഇത് ഏത് ടൈപ്പ് ഓഫ് ക്യാൻഡിലാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് കൺഫേം ചെയ്യാം. അതായത് ഇതിൽ 2 ഡാർക്ക് ക്ലൗഡും ഒരു പിയേഴ്സിങ് പാറ്റേണും ഉണ്ട്. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് മെൻഷൻ ചെയ്യാം, ഓക്കെ. ലാസ്റ്റത്തെ ലെക്സസ് ഗ്രാനൈറ്റോ, മറ്റേത് BSOFT, ഓക്കെ, അതിൻ്റെ ഷോർട്ട്. ഒന്ന് സിൻജിൻ, CYNGENE. ഇത് ലേറ്റസ്റ്റ് ആണ് കേട്ടോ, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ചാർട്ട്സ്.